മൈ ഡിയേഴ്സ്, നാസ് എക്സാമിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. ഇത് കുറച്ച് ലെങ്തി ആയ വീഡിയോ ആണ്, പക്ഷേ ഇതിൽ ഒരുപാട് സിമ്പിളായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം വളരെ ശ്രദ്ധിച്ച് കാണുക, മനസ്സിലാക്കുക. ചോദ്യം 1. മഴക്കാലത്ത് മയങ്ക് അവൻ്റെ അമ്മയോടൊപ്പം ചെടികളുടെ നഴ്സറിയിൽ കുറച്ച് തൈച്ചെടികൾ വാങ്ങാൻ പോയി. അവിടെ അവൻ പുറന്തോടുള്ള ഒരു ചെറുജീവി സാവകാശം മണ്ണിൽ ഇഴയുന്നത് കണ്ടു. ആ ജീവി ഏതെന്നാണ് നിങ്ങൾ കരുതുന്നത്? എ. ആമ, 2. ഒച്ച്, 3. ചിലന്തി, 4. ശലഭപോതം പുഴു. പുറന്തോടുള്ള ഒരു ചെറുജീവി സാവകാശം മണ്ണിൽ ഇഴയുന്നതാണ് കണ്ടത്. പുറന്തോടുള്ള ജീവിയിൽ ഏതാണ്? ആമയാണല്ലേ. സാവകാശം നീങ്ങുന്നത് ഒച്ചുണ്ട്, എല്ലാം ഏകദേശം സാവകാശം നീങ്ങുന്നതല്ലേ. പക്ഷേ പുറന്തോടുള്ള എന്ന് പറഞ്ഞതുകൊണ്ട് ആമ. ഉത്തരം ആമ. ചോദ്യം 2. രമേശ് ഝാർഖണ്ഡിലെ ഒരു ഗ്രാമത്തിൽ വസിക്കുന്നു. അയാളുടെ കുടുംബത്തിൽ ഭാര്യയായ ശാന്തി, ഇരട്ട പുത്രിമാരായ ശശി, സ്വപ്ന, മകനായ രാഹുൽ എന്നിവരുണ്ട്. രാഹുലും ശാന്തിയും തമ്മിലുള്ള ബന്ധമെന്ത്? രമേശിൻ്റെ ഭാര്യയാണ് ശാന്തി, ശാന്തിയുടെ മകനാണ് രാഹുൽ. അപ്പോൾ മകൻ അമ്മ, മകൻ മുത്തശ്ശി, സഹോദരൻ സഹോദരി, മകൻ അച്ഛൻ. ഉത്തരം മകൻ അമ്മ എന്നതാണ്. ചോദ്യം കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയാലേ ഉത്തരം എഴുതാൻ പറ്റും. ചോദ്യം 3. സുനിതയ്ക്ക് എല്ലാ ദിവസവും നടന്ന് സ്കൂളിലെത്താൻ പ്രയാസമാണ്. അവൾക്ക് സ്കൂളിൽ പോകാൻ ഏറ്റവും യോജിച്ച വാഹനം ഏത്? ഒന്നാമത്തെ ചിത്രം നോക്കിയേ, ഇതിൽ പറ്റുമോ? 2 കുതിര, 3 ആംബുലൻസ്, 4 സ്കൂൾ ബസ്. ഉത്തരം ഈസിയാണ് അല്ലേ, സ്കൂൾ ബസ്. ഓക്കെ. ചോദ്യം 4. കരയിൽ ജീവിക്കുന്ന മൃഗങ്ങളുടെ ഒരു പട്ടിക രാജു തയ്യാറാക്കി. താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്ന് ഉചിതമായ പട്ടിക തിരഞ്ഞെടുക്കുക. കരയിൽ ജീവിക്കുന്ന മൃഗങ്ങളുടെ പട്ടികയാണ് നോക്കേണ്ടത്. സിംഹം, മുയൽ, മീൻ. ഇതിൽ മീൻ ജലത്തിൽ ജീവിക്കുന്നതാണ്. പട്ടി, പന്നി, പശു 3 കരയിൽ ജീവിക്കുന്നത്. കാക്ക, കുരങ്ങൻ, മീൻ. ഇതിൽ മീൻ ജലത്തിൽ ജീവിക്കുന്നത്. താറാവ്, കുതിര, തത്ത. ഇതിൽ താറാവ് ജലത്തിലും ജീവിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും ഉചിതമായ പട്ടിക എന്ന് പറയുന്നത് പട്ടി, പന്നി, പശു. ഓക്കെ. ചോദ്യം 5. ഏതാനും സുഹൃത്തുക്കൾ തമ്മിൽ സംഭാഷണം നടത്തുകയായിരുന്നു. സരിത: നമ്മൾ മരത്തിലെ പഴങ്ങൾ മാത്രമേ കഴിക്കുകയുള്ളൂ. രാഹുൽ: പൂർണ്ണമായും ശരിയല്ല. നമ്മൾ മരത്തിലെ പഴങ്ങളും ഇലകളും മാത്രമേ കഴിക്കുന്നുള്ളൂ. അക്ഷയ്: നമ്മൾ മരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഭക്ഷിക്കുന്നുണ്ട്. വേര്, തണ്ട്, തളിര്, ഇല എന്നിങ്ങനെ. ആരാണ് ശരി? സരിത മാത്രം, രാഹുലും സരിതയും, അക്ഷയ് മാത്രം, രാഹുൽ മാത്രം. ഏതാണ് ശരി? അക്ഷയ് മാത്രമാണ് ശരിയല്ലേ. ഓക്കെ, അക്ഷയ്. ടിന വീടിൻ്റെ തെക്കുവശത്തേക്ക് നടക്കുകയായിരുന്നു. മുൻപ് നടന്നിരുന്നതുപോലെ എതിർ ദിശയിലേക്ക് നടക്കാൻ ആവശ്യപ്പെട്ടാൽ അവൾ തൻ്റെ വീടിൻ്റെ ഏതു ദിശയിലേക്കാവും നടക്കുക? വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. തെക്കിൻ്റെ എതിർവശം വടക്ക്. ചോദ്യം 7. താഴെ കാണുന്ന ചിത്രങ്ങൾ കണ്ടിട്ട് അവയിൽ ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നത് ഏതിലെന്ന് കണ്ടുപിടിക്കുക. 1 ഒരു സ്പൂൺ, 2 ഗ്ലാസ്, 3 ഒരു മഗ്, 4 ഒരു ബക്കറ്റ്. കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ. ബക്കറ്റ്, 4 ബക്കറ്റ്.
ചോദ്യം 8. മഴവില്ല് കണ്ടിട്ട് റീമയും സീമയും തമ്മിൽ കാലാവസ്ഥയെപ്പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു. മഴവില്ല് തെളിയുമ്പോഴുള്ള കാലാവസ്ഥ നിർണ്ണയിക്കാൻ അവരെ സഹായിക്കുക. മഴവില്ല് ഉണ്ടാകുമ്പോൾ ഏത് കാലാവസ്ഥയാണ് ഉണ്ടാവുക എന്ന്? 1. മേഘങ്ങൾ. 2. വെയിലും മഴയും. 3. മഞ്ഞുവീഴ്ച. 4. മഴ. ഏതാണ്? വെയിലും മഴയും ഉണ്ടാകുമ്പോഴാണ് മഴവില്ല് ഉണ്ടാകാറ്. അപ്പോൾ ഉത്തരം 2. ചോദ്യം 9. അകത്തും പുറത്തുമുള്ള പലതരം കളികളെപ്പറ്റി ഋഷഭ് മനസ്സിലാക്കിയിട്ടുണ്ട്. പുറമേ തുറസായ സ്ഥലത്ത് കളിക്കുന്ന കളികൾ പലതും പന്ത് ഉപയോഗിച്ചുള്ളവയാണ്. താഴെ പറയുന്നവയിൽ 2 കളിക്കാർ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, 2 കളിക്കാർ ഒരു പന്ത് ഉപയോഗിക്കുന്നത് ഏതു കളിയാണ്? ക്രിക്കറ്റ് എടുത്താൽ ഒരു പന്ത് മാത്രമേ ഉള്ളൂ, പക്ഷേ കുറേ കളിക്കാറുണ്ട് അല്ലേ. ഹോക്കി ഒരു പന്ത് കുറേ ആൾക്കാരുണ്ട് അല്ലേ. ഇനി ടേബിൾ ടെന്നീസോ? ഒരു ബോൾ ഉപയോഗിച്ച് 2 കളിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി തട്ടി കളിക്കുന്നതാണ്. ഫുട്ബോൾ ഒരു ബോളും കുറേ കളിക്കാറുണ്ട്. അപ്പോൾ ഉത്തരം ടേബിൾ ടെന്നീസ്. വീട് വിദ്യാലയം പോലെയാണെന്ന് ആളുകൾ പറയുന്നത് പലപ്പോഴും നിങ്ങൾ കേൾക്കാറുണ്ടല്ലോ. അവർ അങ്ങനെ പറയാൻ കാരണമെന്ത്? നിങ്ങൾ അവിടെ ജനിച്ചു. വീട്ടിൽ കുടുംബത്തിൽ നിന്നാണ് നാം പലതും പഠിക്കുന്നത്. അതിനും 4 ചുമരുകളുണ്ട്. വീട്ടിലും പല ആളുകളുണ്ട്. ഇതിലേതാണ് ഏറ്റവും ശരിയായ ഉത്തരം? വീട്ടിൽ കുടുംബത്തിൽ നിന്നാണ് നാം പലതും പഠിക്കുന്നത്. ചോദ്യം 11. ചെറുതിൽ നിന്ന് വലുതെന്ന ക്രമത്തിൽ മൃഗങ്ങളെ അവയുടെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ഏതാണ് ശരിയായ ക്രമം? ചെറുതിൽ നിന്ന് വലുതിലേക്ക്. പട്ടി, ആന, സിംഹം ശരിയാവില്ല. കുതിര, ആന, എലി ശരിയാവില്ല. അണ്ണാൻ, സിംഹം, ആന. പൂച്ച, പശു, പട്ടി. ഇതിൽ പൂച്ചയേക്കാൾ വലുതാണ് പശു, പശുവിനേക്കാൾ ചെറുതാണ് പട്ടി. അതൊരു ശരിയല്ല. അണ്ണാൻ, സിംഹം, ആന. കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. അപ്പോൾ സിംഹത്തേക്കാൾ വലുതാണ് ആന. അപ്പോൾ ഈ ഒരു പട്ടികയാണ് ശരിയായ ഉത്തരം. അണ്ണാൻ, സിംഹം, ആന. ചോദ്യം 12. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നാം മണ്ണെണ്ണ ഒഴിക്കുന്നത് എന്തിന്? 1. മീനുകളെ കൊല്ലാൻ. 2. വെള്ളത്തിന് തിളക്കമുണ്ടാകാൻ. 3. ദുർഗന്ധമകറ്റാൻ. 4. കൊതുകുമുട്ടകൾ നശിക്കാൻ. കൊതുകുമുട്ടകൾ നശിക്കാൻ. ചോദ്യം 13. ഈ ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. ഗ്ലാസുകളിലും പാത്രങ്ങളിലും തുല്യ അളവിൽ വെള്ളം നിറച്ചിരിക്കുന്നു. 2 എണ്ണം വെയിലത്തും മറ്റു 2 എണ്ണം തണലത്തും വെച്ചിരിക്കുന്നു. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ കൂടുതൽ ജലം നഷ്ടപ്പെട്ട ഗ്ലാസും പാത്രവും ഏതായിരിക്കും? ഇതിൽ 2 ഉത്തരം സെലക്ട് ചെയ്യാനുണ്ട്. കൂടുതൽ ജലം നഷ്ടപ്പെട്ട ഗ്ലാസും പാത്രവും ഏതായിരിക്കും എന്നാണ്. അപ്പോൾ ഉത്തരം 1, 2 ആണ്. എന്തുകൊണ്ടാ? സൂര്യപ്രകാശത്ത് വെച്ചത് വേഗം ജലം നഷ്ടപ്പെടും. ചോദ്യം 14. ഒരു ഡാർട്ട് ഗെയിമിൽ 4 കളിക്കാരുടെ സ്കോർ താഴെ കൊടുത്തിരിക്കുന്നു. ഡാർട്ട് ബോർഡിൻ്റെ കേന്ദ്രം ബുൾസ് ഐ എന്ന് അറിയപ്പെടുന്നു. കേന്ദ്രം ഇത് ബുൾസ് ഐ എന്ന് അറിയപ്പെടുന്നു. ബുൾസ് ഐയിൽ മുട്ടിക്കുമ്പോൾ 50 സ്കോർ ലഭിക്കുന്നു. മറ്റെവിടെയെങ്കിലുമാണ് മുട്ടിക്കുന്നതെങ്കിൽ 0 സ്കോർ കിട്ടുന്നു. താഴെ കൊടുത്ത ഏത് ജോഡി കളിക്കാരാണ് ബുൾസ് ഐയിൽ മുട്ടിച്ചത്? ഇവിടെ നോക്കുക, സ്കോർ ബോർഡുണ്ട്. കളിക്കാർ രശ്മി 0, രാകേഷ് 50, സോഹ 150, റഹ്മാൻ 100. ബുൾസൈയിൽ മുട്ടിച്ചത് ഏതൊക്കെ ജോഡി കളിക്കാരാണെന്നാണ് ചോദിക്കുന്നത്. രശ്മിയും രാകേഷും. രശ്മിക്ക് 0 ആണ്, രാകേഷിന് 50 ആണ്. അപ്പോൾ ഇതല്ല. റഹ്മാനും രശ്മിയും. റഹ്മാന് 100 ഉണ്ട്, രശ്മിക്ക് 0 ആണ്. സോഹയും രശ്മിയും. സോഹക്ക് 150 ഉണ്ട്, രശ്മിക്ക് 0 ഉണ്ട്. രാകേഷും സോഹയും. രാകേഷിന് 50 ഉണ്ട്, സോഹക്ക് 150 ഉണ്ട്. അപ്പോൾ ഈ ജോഡിയാണ് ബുൾസൈയിൽ മുട്ടിച്ച ജോഡികൾ. ഉത്തരം 4,
ചോദ്യം 15. സ്കൂൾ സമയം കഴിഞ്ഞാൽ മിച്ചം വന്ന വെള്ളം ഏറ്റവും നന്നായി ഉപയോഗിക്കാവുന്നത് എങ്ങനെ? 1. വെള്ളം എവിടെയെങ്കിലും ഒഴിച്ചു കളയുക. വെള്ളം എവിടെയെങ്കിലും ഒഴിച്ചു കളയുക, ഇതൊരു തെറ്റായ പ്രവൃത്തിയാണ്. 2. വെള്ളം സുഹൃത്തിൻ്റെ ദേഹത്ത് ഒഴിക്കുക, ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. 3. വെള്ളം കൊണ്ട് കളിക്കുക, അതും ശരിയല്ല. 4. നനയ്ക്കേണ്ട ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കുക, ഇത് വളരെ നല്ലൊരു പ്രവൃത്തിയാണ് അല്ലേ, ചെടികൾക്ക് വെള്ളം ഒഴിക്കുക എന്നത്. അപ്പോൾ ഉത്തരം 4. ഓക്കെ. അടുത്തത്, താഴെ കൊടുത്തിട്ടുള്ള കഥ വായിച്ച് 16 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ദാഹിച്ചു വലഞ്ഞ കുരുവി എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടിരുന്നു. അതുപോലത്തെ അതേ ഒരു അങ്ങാടിക്കുരുവി എന്നുള്ള പേര് മാത്രമേ മാറ്റുള്ളൂ. പറഞ്ഞതുകൊണ്ട് ഒന്ന് സ്പീഡിൽ പറയാം. ദാഹിക്കുന്ന അങ്ങാടിക്കുരുവി. ഒരു അങ്ങാടിക്കുരുവി വളരെ ദാഹിച്ചിരിക്കുകയായിരുന്നു. അവൾ ഒരു ഭിത്തിക്കരികിൽ ആയിട്ട് ഒരു ടാപ്പ് കണ്ടു. പക്ഷെ അതിൽ വെള്ളം ഇല്ലായിരുന്നു. അവൾ വെള്ളത്തിനു വേണ്ടി അന്വേഷിക്കാൻ തുടങ്ങി. അവിടെങ്ങും വെള്ളത്തിൻ്റെ കണിക പോലും ഉണ്ടായിരുന്നില്ല. അവൾ ക്ഷീണിച്ച് ഒരു കൊമ്പിലിരുന്നു. പെട്ടെന്ന് ഒരു പെൺകുട്ടി കയ്യിൽ വെള്ളം നിറച്ച കുടവുമായി വരുന്നത് അവൾ കണ്ടു. ആ പെൺകുട്ടി മരച്ചുവട്ടിൽ വച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു. വെള്ളം പകർന്നു എന്നുള്ളത് ഇവിടെ. ഉടനെ അങ്ങാടിക്കുരുവി പറന്നിറങ്ങി വെള്ളം കുടിച്ചു. 16. ഈ കഥ എന്തിനെ പറ്റി? പെൺകുട്ടി, അങ്ങാടിക്കുരുവി, കാക്ക, അണ്ണാറക്കണ്ണൻ. ഉത്തരം അങ്ങാടിക്കുരുവി. ചോദ്യം 17. വെള്ളത്തിനുള്ള അന്വേഷണത്തിന് ഒടുവിൽ അങ്ങാടിക്കുരുവി തളർന്നിരിക്കുന്നത് എവിടെ? കൂടി മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി വായിക്കാം. അവൾ ക്ഷീണിച്ചതിനാൽ ഒരു മരക്കൊമ്പിലിരുന്നു. ഓപ്ഷൻസ് ഇവിടെ ഒരു പാത്രത്തിൽ, ഭിത്തിയിൽ, ഒരു ടാപ്പിൽ, ഒരു മരക്കൊമ്പിൽ നിന്നാണ്. ഉത്തരം ഒരു മരക്കൊമ്പിൽ. ചോദ്യം 18. അങ്ങാടിക്കുരുവി അന്വേഷിച്ചതെന്ത്? ഭക്ഷണം, വെള്ളം, ഒരു പെൺകുട്ടി, ഒരു പാത്രം. ഒരു അങ്ങാടിക്കുരുവി വളരെ ദാഹിച്ചിരിക്കുകയായിരുന്നു. അവൾ ഒരു ഭിത്തിക്കരികിലായി ഒരു ടാപ്പ് കണ്ടു. പക്ഷെ അതിൽ വെള്ളം ഇല്ലായിരുന്നു. അവൾ വെള്ളത്തിനു വേണ്ടി അന്വേഷിക്കാൻ തുടങ്ങി. വെള്ളത്തിനു വേണ്ടി. ഉത്തരം വെള്ളം. ചോദ്യം 19. അങ്ങാടിക്കുരുവി ഭിത്തിക്കരികിൽ ഒരു ഡാഷ് കണ്ടു. മരം, ടാപ്പ്, കുടം, പാത്രം. അവൾ ഒരു ഭിത്തിക്കരികിലായി ഒരു ടാപ്പ് കണ്ടു. എല്ലാ ഉത്തരവും പാരഗ്രാഫിലാണ് ഉള്ളത്. എന്തെങ്കിലും സംശയം തോന്നിയാൽ പാരഗ്രാഫ് ഒന്നും കൂടി വായിച്ചു നോക്കുക. ഉത്തരം 2 ടാപ്പ്. ചോദ്യം 20. പെൺകുട്ടി ഡാഷ് ചുവട്ടിൽ വെച്ചിരുന്ന പാത്രത്തിലേക്ക് വെള്ളം പകർന്നു. മരത്തിൻ്റെ ചുവട്ടിൽ. അടുത്തൊരു ഭാഗം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് 21 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. തിങ്കളാഴ്ചത്തെ പ്രഭാതമായിരുന്നു. കുഞ്ഞ് അമൻ ഉറക്കമുണർന്നു. അവൻ കിടക്ക മടക്കി വെച്ചു. പിന്നീട് പല്ല് തേച്ചു. എന്നിട്ട് കുളിച്ചു. അവൻ അലക്കിയ സ്കൂൾ വസ്ത്രം ധരിച്ചു. തലമുടി ചീകി. കുഞ്ഞ് അമൻ പ്രാതൽ എന്ന് പറഞ്ഞാൽ പ്രഭാത ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പ്രാതൽ കഴിച്ചു. അവൻ ഒരു ഗ്ലാസ് പാൽ കുടിക്കുകയും ചെയ്തു. ബാഗ് കയ്യിലെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു, മുത്തശ്ശി പോയി വരട്ടെ. ചോദ്യങ്ങൾ. 21. ആരാണ് തയ്യാറെടുക്കുന്നത്? അമ്മ, അച്ഛൻ, മുത്തശ്ശി, അമൻ. ഉത്തരം അമൻ. 22. എവിടേക്കാണ് അമൻ പോകുന്നത്? പാർക്കിലേക്ക്, സ്കൂളിലേക്ക്, ചന്തയിലേക്ക്, മേള. പാരഗ്രാഫിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ബാഗ് എടുത്തുകൊണ്ട് അവൻ പോകുന്നു എന്നല്ലേ. ബാഗ് കയ്യിലെടുത്തുകൊണ്ട് എവിടേക്കാണ് പോവുക? സ്കൂളിലേക്കല്ലേ. 23. അമൻ ഒരു ഡാഷ്. മുതിർന്ന കുട്ടി, ചെറിയ കുട്ടി, അധ്യാപകൻ, പാൽക്കാരൻ. കുഞ്ഞ് അമൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഉത്തരം?
ചെറിയ ആൺകുട്ടി. ചോദ്യം 24. ആരാണ് അമൻ്റെ കിടക്ക മടക്കി വെച്ചത്? 1. അവൻ്റെ അമ്മ, അവൻ്റെ അച്ഛൻ, അവൻ്റെ മുത്തശ്ശി, അവൻ തന്നെ. ഇവിടെ തന്നിട്ടുണ്ടല്ലേ. ഉറക്കമുണർന്നു അവൻ കിടക്ക മടക്കി വെച്ചു എന്ന് തന്നിട്ടുണ്ട്. 25. അമൻ ഒരു ഡാഷ് ആൺകുട്ടിയാണ്. 1. മടിയനും വൃത്തികെട്ടവനും. ഇത് തെറ്റാണ്. ഉത്സാഹിയും ആരോഗ്യവാനും. സത്യസന്ധനും ദയയുള്ളവനും. വികൃതി അല്ല അല്ലേ. ഇതിൽ രണ്ടിലും ഒന്നാണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കുക? സത്യസന്ധനും ദയയുള്ളവനും. ദയയുള്ള പ്രവൃത്തി ഈ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടില്ല അല്ലേ. സത്യസന്ധതയെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഉത്സാഹിയും ആരോഗ്യവാനും അല്ലേ. വളരെ മടിയൊന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ ഒറ്റയ്ക്ക് തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സ്കൂളിലേക്ക് നല്ല ഉത്സാഹത്തോടെ പോകുന്ന ഒരു കുട്ടിയാണ് അമൻ. അപ്പോൾ ഉത്തരം 2. താഴെ കൊടുത്തിരിക്കുന്ന ടൈം ടേബിൾ അടിസ്ഥാനമാക്കി 26 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ക്ലാസ് 3 ഒരു മൃഗശാലയിലേക്ക് വിനോദയാത്ര പോവുകയാണ്. അതിൻ്റെ പദ്ധതി വായിച്ച് അതിന്മേലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ക്ലാസ് 3 ഒരു മൃഗശാലയിലേക്കാണ് പോകുന്നത് വിനോദയാത്ര. രാവിലെ വിനോദയാത്രാ പദ്ധതി തന്നിട്ടുണ്ട്. രാവിലെ 8 മണി സ്കൂൾ കളിസ്ഥലത്ത് ഒത്തുകൂടുക. രാവിലെ 8:30 മണി സ്കൂൾ ബസ്സിലെ നിർദ്ദിഷ്ട സീറ്റിലിരിക്കുക. രാവിലെ 10 മണി മൃഗശാലയിൽ എത്തിച്ചേരുന്നു. ഉച്ചയ്ക്ക് 12 മണി ഉച്ചഭക്ഷണ സമയം. ഉച്ച കഴിഞ്ഞ് 1 മണി മൃഗങ്ങളെ നിരീക്ഷിക്കുന്നു. ഉച്ച കഴിഞ്ഞ് 2 മണി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു. ഉച്ച കഴിഞ്ഞ് 2:30 മണി ബസ്സിലേക്ക് മടങ്ങുന്നു. ഉച്ച കഴിഞ്ഞ് 3 മണി വീട്ടിൽ പോകാനുള്ള സമയം. ചോദ്യം നോക്കാം. 26. ക്ലാസ് 3 ഒരു ഡാഷ് പോവുകയാണ്. 1. അത്താഴം, മേള, വിനോദയാത്ര, പൂന്തോട്ടം. ഉത്തരം വിനോദയാത്ര. 27. കുട്ടികൾ ഡാഷ് ഒത്തുകൂടും. ഇവിടെ ഒത്തുകൂടുന്നത് സ്കൂൾ കളിസ്ഥലത്ത് ഒത്തുകൂടുക. ഇവിടെ കളിസ്ഥലം എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ. കളിസ്ഥലം, ബസ് സ്റ്റോപ്പ്, ലൈബ്രറി, മൃഗശാല. നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് കുറേ എക്സ്ട്രാ ഓപ്ഷൻ ഉണ്ട്. കൃത്യമായ ഉത്തരം കളിസ്ഥലം എടുത്തെഴുതുക. ചോദ്യം 28. ഉച്ചയ്ക്ക് 12 മണിക്ക് വിദ്യാർത്ഥികൾക്ക് ഡാഷ് ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് സമയത്ത് എന്താ ഉള്ളത്? ഉച്ചഭക്ഷണ സമയമാണ്. ലഘുഭക്ഷണം, പ്രാതൽ, അത്താഴം എന്നൊക്കെ ഉണ്ട്. ക്ലാസ് 3 എത്ര സ്ഥലങ്ങൾ സന്ദർശിക്കും? 1, 2, 3, 4. കുറേ ടൈമൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ വിചാരിക്കും കുറേ ഉണ്ടെന്ന്. പക്ഷേ ഇവിടെ ആദ്യം തന്നെ തന്നിട്ടുണ്ടല്ലേ. ക്ലാസ് 3 ഒരു മൃഗശാലയിലേക്ക് വിനോദയാത്ര പോവുകയാണ്. വേറെ സ്ഥലങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് 1, 2, 3, 4 ഇതിൽ ഒരു സ്ഥലത്ത് മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഉത്തരം 1. 30. നാം മൃഗശാലയിലെ മൃഗങ്ങളെ ഡാഷ്. 1. പ്രകോപിതരാക്കുക. 2. പ്രകോപിതരാക്കാതിരിക്കുക. 3. ഭക്ഷണം എറിഞ്ഞു കൊടുക്കണം. 4. ശല്യം ചെയ്യുക. ഇതിൽ 1ഉം 3ഉം 4ഉം തെറ്റായ കാര്യമാണ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് പ്രകോപിതരാക്കാതിരിക്കുക. എന്താ പ്രകോപിതരാക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ ശല്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ നമ്മളെ ഉപദ്രവിക്കും. അവരധികം ശല്യം ചെയ്താൽ പ്രകോപിതരാക്കാതിരിക്കുക, കോപിക്കുന്നവരാക്കാതിരിക്കുക എന്നാണ് അർത്ഥം. ചോദ്യം 31. ഇവിടെ ഒരു തറ തന്നിട്ടുണ്ടല്ലേ. ഡിസൈൻ നോക്കിയേ. ഈ തറ ഒരുക്കാൻ ഉപയോഗിച്ച തറയോട് അതായത് ടൈൽ ഏതാണ്? നോക്കിയേ. ഇതുമായി യോജിച്ച ചിത്രം ഏതാ?
ഇവിടെ ഈ 3ഉം 4ഉം നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഈ ടൈലിൻ്റെ ഈ മുകൾ വശം നോക്കിയാൽ മതി. ഇതാ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. കണ്ടാ, ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ നോക്കിയേ, ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഡിസൈനാണ് വേണ്ടത്. ഉത്തരം 4. ചോദ്യം 32. താഴെ കൊടുത്തിട്ടുള്ളവയിൽ സംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതിയിട്ടുള്ളത് ഏതാണ്? 1. 95, 97, 90. ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഇത് വലുതിലേക്ക് പോയി എന്നിട്ട് ആദ്യം ചെറുതിലേക്ക് വന്നു, അത് തെറ്റ്. 51, 50, 56. വലുത് ചെറുത് വലുത് അങ്ങനെയാണ് പോകുന്നത്. 65, 67, 69. ഇത് ശരിയായ ആരോഹണ ക്രമമാണ്. 41, 48, 43. ഇത് ആരോഹണ ക്രമത്തിൽ പോയിട്ട് അവരോഹണ ക്രമത്തിൽ താഴേക്ക് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് ഉത്തരം 3. ഓക്കെ. ചോദ്യം 33. അടുത്തു വരുന്നത് ഏതാണ്? 12, 16, 20, 24. 12, 4, 16, 16, 4, 20, 4, 24. 4 കൂട്ടി പോകുന്ന പാറ്റേൺ ആണ്. അപ്പോൾ 24 കഴിഞ്ഞാൽ 28, 34 ശരിയാവില്ല. 25, 26 ശരിയാവില്ല. 32, 40, 28, 32. അപ്പോൾ 24നോട് 4 കൂട്ടിയാൽ 28, 28നോട് 4 കൂട്ടിയാൽ 32. അപ്പോൾ ഓപ്ഷൻ 4 ശരി ഉത്തരം. ചോദ്യം 34. ഏത് വീടിൻ്റെ നമ്പറാണ് 396? അക്ഷരത്തിലാണ് സംഖ്യ എഴുതിയിട്ടുള്ളത്. 1 396, ഇത് 3906, 30096, 3096. സംഖ്യകൾ വൃത്തിയിൽ നോക്കണേ. 396. ഓപ്ഷൻ 1 ശരിയായ ഉത്തരം. ചോദ്യം 35. നിങ്ങളുടെ സ്കൂൾ 8 മണിക്ക് ആരംഭിക്കുന്നു. താഴെ കാണുന്നതിൽ ഏത് ഘടികാരമാണ് പ്രസ്തുത സമയം കാണിക്കുന്നത്? 1 ഇതിൽ ഇത് 8 മണി, 10 മണി, ഇവിടെ 12:40, ഇവിടെ 12:30. അങ്ങനെയാണ്. അപ്പോൾ ഓപ്ഷൻ 1 ശരി ഉത്തരം. ചോദ്യം 36. കളി സമയത്ത് അധ്യാപിക ഗീതയ്ക്ക് 3 കടലാസ് കുറിമാനം കൊടുത്തു. ഗീത ആ കുറിമാനങ്ങൾ തുറന്നപ്പോൾ അവൾക്ക് 3 സംഖ്യകൾ അവയിൽ നിന്ന് കിട്ടി. 482, 482. അധ്യാപിക ഗീതയോട് പ്രസ്തുത സംഖ്യയെ അവരോഹണ ക്രമത്തിൽ സ്ഥാനമൂല്യ പട്ടികയിൽ ക്രമീകരിക്കാൻ പറഞ്ഞു. അപ്രകാരം ക്രമീകരിക്കുമ്പോൾ ഗീതയ്ക്ക് കിട്ടുന്ന സംഖ്യ ഏത്? ആദ്യം എന്ത് ചെയ്യണം? ഇത് അവരോഹണ ക്രമത്തിലാക്കണം. അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക്. 8, 4, 2 എന്ന് വരും അല്ലേ? അപ്പോൾ ഇവിടെ അങ്ങനെ സ്ഥാനമൂല്യ പട്ടികയിൽ ക്രമീകരിക്കുമ്പോൾ എന്ത് ചെയ്യും? 842 എന്ന് കിട്ടും. അവരോഹണ ക്രമം ആയതുകൊണ്ടാണ്. ഓപ്ഷൻ 4. ചോദ്യം 37. ഏറ്റവും വലിയ 3 അക്ക സംഖ്യ കണ്ടെത്തുക. 900, 999, 990, 909. നമുക്കറിയാം ഏറ്റവും വലിയ 3 അക്ക സംഖ്യ 999. ഉത്തരം 2. 38. സ്കൂൾ വിദ്യാർത്ഥികളെ വഹിച്ചുകൊണ്ട് വിനോദ കേന്ദ്രത്തിൽ രാവിലെ 10:30 എത്തുമെന്നു പ്രതീക്ഷിച്ചിരുന്ന ബസ് 30 മിനിറ്റ് നേരത്തെ എത്തിച്ചേർന്നു. എത്ര മണിക്കാണ് ബസ് എത്തിച്ചേർന്നത്? 10:30 എത്തുന്നു പറഞ്ഞത് അരമണിക്കൂർ, 30 മിനിറ്റ് നേരത്തെ എത്തി. അപ്പോൾ ഉത്തരം എത്രയാണ്? രാവിലെ 10 മണി, 9 മണി, രാത്രി 9 മണി, രാത്രി 9:55. ഇവിടെ ഉത്തരം രാവിലെ
10:30 എത്തുമെന്ന് പറഞ്ഞത് അരമണിക്കൂർ മുമ്പേ, 30 മിനിറ്റ് മുമ്പേ. അപ്പോൾ ഉത്തരം രാവിലെ 10 മണി. ചോദ്യം 39. ഒരു ട്രേയിൽ 9 മുട്ടകൾ ഉണ്ടെങ്കിൽ 7 ട്രേകളിൽ എത്ര മുട്ടകൾ ഉണ്ടായിരിക്കും? ഒരു ട്രേയിൽ 9 മുട്ടകൾ, 7 ട്രേയും ഉണ്ട്. അപ്പോൾ 9 ഗുണിക്കണം 7 സമം 63. ഓപ്ഷനിലുണ്ടാ? ഉണ്ട്. ഓപ്ഷൻ 4 63. ചിത്രത്തിൽ കാണുന്നത് പോലെ സോനുവിൻ്റെ പക്കൽ 2 ട്രേ ലഡു ഉണ്ട്. അവൻ 2 പ്ലേറ്റുകളിൽ തുല്യമായിട്ട് പകുതിയാക്കാൻ ഉദ്ദേശിക്കുന്നു. ഓരോ പ്ലേറ്റിലെയും ലഡുവിൻ്റെ എണ്ണം എത്രയായിരിക്കും? ആ 2 ട്രേയിൽ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 8 ലഡു ഉണ്ട് അല്ലേ? അപ്പോൾ ഒന്നിൽ പകുതിയാക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് ഒന്ന് ഇവിടത്തേക്ക് കൊടുത്താൽ മതി അല്ലേ? 4 എന്ന് കിട്ടും. ഉത്തരം 4. ചോദ്യം 42. ചിത്രത്തിൽ എത്ര വൃത്തങ്ങളുണ്ട്? 2 ചിത്രം കൂടിയാണ്. 1 2 3 4 5 6. ഇത് അടുക്കുള്ളത് ഒരു കുത്താണ്, അതുകൊണ്ട് അത് വൃത്തമായി കൂട്ടാൻ കഴിയില്ല. ഉത്തരം 6. ചോദ്യം 43. ഒരു വലിയ ത്രികോണത്തിൽ 4 ത്രികോണ ടൈലുകൾ പതിച്ചിരിക്കുന്നു. അതിൽ മുഴുവൻ പതിക്കാൻ എത്ര ത്രികോണ ടൈലുകൾ കൂടി വേണം? അപ്പോൾ ഒന്ന് ഇവിടെ 3 അടുത്തതാ 1 2 3 4 വരകളെ വരച്ചിട്ടുമെങ്കിലും ഇത് എത്ര ഉണ്ട്? 1 2 3 4 5 ത്രികോണ ടൈലുകളുണ്ട്. ഉത്തരം 5. ചോദ്യം 44. സ്കെയിൽ സെൻറ്റിമീറ്ററിലാണെങ്കിൽ നൽകിയിട്ടുള്ള വടിയുടെ നീളം എത്ര? നമുക്കറിയാം സ്കെയിൽ അളക്കാൻ തുടങ്ങേണ്ടത് 0-ൽ നിന്നാണ്. പക്ഷേ ഇവിടെ എന്താണ്? 0-ലല്ല വെച്ചിട്ടുള്ളത്. അപ്പോൾ 1 മുതൽ 2 വരെയുള്ള ഈ ഒരു അളവ് നമുക്ക് 0 to 1 എടുക്കാം. അപ്പോൾ 1 2 3 4. ഇത് പെട്ടെന്ന് നിങ്ങൾ 5 സെൻറ്റിമീറ്റർ എന്ന് വിചാരിക്കാൻ പാടില്ല. ഇത് 0-ലല്ല ഉള്ളത്, 1-ലാണ് ഉള്ളത്. അപ്പോൾ 1 മുതൽ 2 വരെ 0 to 1 ആണ്. അപ്പോൾ 1 2 3 4 4 സെൻറ്റിമീറ്ററാണ് ഉത്തരം. ചോദ്യം 45. ഏത് ഘടികാരമാണ് 2 മണി നേരം കാണിക്കുന്നത്? ഓപ്ഷൻ 1 4:15, 4:15. ഓപ്ഷൻ 3 9:25. ഓപ്ഷൻ 3 3:15. അപ്പോൾ ഉത്തരം ഓപ്ഷൻ 2 കൃത്യമായിട്ട് 2 മണി കാണിക്കുന്നത്. ഓപ്ഷൻ 2. ചോദ്യം 46. പരമ്പര പൂർത്തീകരിക്കുക. ഇവിടെ ഒരു ആരോ മാർക്ക് ഇങ്ങോട്ട് പോണ്, ഒന്ന് താഴേക്ക് പോന്ന്, ഒന്ന് ലെഫ്റ്റ്, ഒന്ന് മുകളിലേക്ക്. അടുത്ത പരമ്പര എങ്ങനെയാണ് വേണ്ടത്? ഇതാണ് ഓപ്ഷൻ 1. ചോദ്യം 47. 10 കുട്ടികളുടെ ഇഷ്ടപ്പെട്ട പഴങ്ങൾ താഴെ പട്ടികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പഴം കുട്ടികളുടെ എണ്ണം: ആപ്പിൾ 3 പേർ ഇഷ്ടപ്പെടുന്നു, നേന്ത്രപ്പഴം 2 പേർക്കേ ഇഷ്ടമുള്ളൂ, മാമ്പഴം ഒരാൾക്ക്, മുന്തിരിപ്പഴം 4 പേർക്ക്. ഈ കുട്ടികൾക്കിടയിൽ ഏറ്റവും ജനപ്രീതി കുറവുള്ള പഴമേത്? ജനപ്രീതി കുറവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത പഴം. താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും ഇഷ്ടമില്ലാത്ത പഴം ഏതാണ്? മാമ്പഴം. ഉത്തരം മാമ്പഴം. Okay dears, see you soon in the next video. Bye bye and take care.